ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനത്തിന് എൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത്. സോ ഞാൻ വിചാരിക്കുന്നത് ഇന്നൊരു സ്റ്റീക്ക് ആൻഡ് ബ്രോക്കലി ഉണ്ടാക്കണം എന്നായിരുന്നു കേട്ടോ. സംഭവം എനിക്കിത് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഞാനിതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി, പക്ഷേ ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എത്ര നോക്കിയാൽ നമ്മളെ സ്റ്റൈലിലാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാനൊരു കുക്കിംഗ് പേഴ്സണൊന്നുമല്ല, ഞാൻ വല്ലാതെ കുക്കൊന്നും ചെയ്യില്ല. പൊതുവേ ഞങ്ങൾ വർക്കിന് പോകുന്നത് കൊണ്ടും കാരണങ്ങൾ കൊണ്ടും നമ്മൾ മിക്കപ്പോഴും പുറത്തുനിന്നാണ് കഴിക്കാറ്. അപ്പോൾ വല്ലപ്പോഴുമാണ് നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കാൻ. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. സോ എന്താവുന്നൊന്നും അറിയില്ല. ലെറ്റ്സ് ട്രൈ മേക്ക് സം ബ്രോക്കലി ആൻഡ് സ്റ്റീ. സോ ഗൈസ്, വി ഹാവ് ഗോട്ട് ദിസ് ഹോൾ ചിക്കൻ. ഈ ഒരു മുഴുവൻ ചിക്കൻ നമ്മൾ ഉണ്ടാക്കണം. എനിക്ക് ഇത് പൊളിക്കാൻ അറിയില്ല, എന്താവുന്ന അറിയില്ല. നമുക്ക് നോക്കാം. ചിക്കൻ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരു ചിക്കനെ മൊത്തം കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിന് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഡാൻസ് ചെയ്യിപ്പിക്കാൻ വേണമെങ്കിൽ ഇതിന് ഞാൻ എന്താ കാട്ടുന്ന എനിക്കതുണ്ട്. എനിക്ക് തൽക്കാലം ഇപ്പം ചിക്കൻ്റെ ഈ ബ്രസ്റ്റ് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കട്ടെ. മൊത്തത്തിൽ കട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സോ ഗൈസ്, ആദ്യം നമ്മൾ ഈ കോഴീനെ കുളിപ്പിച്ചെടുക്കണം. മറ്റൊരു ചെയ്ത മാതിരി എക്സസൈസ് ഒന്നും ചെയ്യിപ്പിക്കരുത്. ഇതിനെ നമുക്ക് കുളിപ്പിക്കാം. നാളെ നമുക്ക് കോഴിക്കറി കഴിക്കാം. ഇന്ന് നമുക്ക് കോഴിൻ്റെ അങ്ങനെ നമ്മളുടെ പരിശ്രമത്തിൽ ഒരു ചിക്കൻ റോസ്റ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒന്നും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. സോ ഗൈസ്, നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലാസ് ചേർക്കാം. ഇതിനെ ആക്ച്വലി ഒരു സ്റ്റേക്ക് എന്ന് വിളിക്കണോ അതോ ചിക്കൻ പൊരിച്ചത് വിളിക്കണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതിനെ സ്റ്റേക്ക് എന്നാണ് വിളിക്കുന്നത്. നമുക്കത് പ്രിപ്പയർ ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി, മുളകും ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചതാണ്. പക്ഷെ നമ്മൾ ഈ ഗാർലിക് കുറേ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല നമുക്ക് ഈ ചിക്കനെ മസാജ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ. ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. സോ നമ്മളിത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരിതൊരു മാറിനേഷനിൽ നിൽക്കട്ടെ. നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടൈം കൊണ്ട് നമുക്ക് ബ്രോക്കലിയിലേക്ക് പോകാം. നമുക്ക് ബ്രോക്കലി ഒന്ന് വേവിച്ചെടുക്കണം. അത് ചെയ്യാം. ഞാനിവിടെ ബ്രോക്കലീനെ വേവിക്കാൻ വേണ്ടി, മീൻസ് ആവി കയറ്റാൻ വേണ്ടി വെച്ചാട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പറും അതുപോലെ തന്നെ എന്താ പറയുക ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി വെന്തിട്ട് കാണാം. അപ്പം ഞാനൊരു പാൻ എടുത്ത് നല്ല ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സോ ഞാനിത് ജസ്റ്റ് ഒന്ന് കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഒന്ന് നല്ല ഷാലോ ഫ്രൈ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എന്ത് ഫ്രൈ ആവുമെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബ്രോക്കലി ചിക്കൻ സ്റ്റീക്ക്. ഈ ബ്രോക്കലിക്ക് പിന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഇതൊരു വികാരമില്ലാത്തൊരു പച്ചക്കറിയാണിത്. പക്ഷെ ഞാൻ ഇതിന് മുന്നേ ബ്രോക്കലി ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കഴിച്ചു നോക്കാം. ഒരു വികാരമില്ല. ഒരു കോളിഫ്ലവർ ഉണ്ട്, കുറച്ച് ചോയ അന്നൊന്നും പിടിക്കാത്തൊരു ടേസ്റ്റ്. ഇനി നമുക്ക് ചിക്കൻ കഴിച്ചു നോക്കാം. വെന്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെന്തിക്കുന്നു. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്.